ബിൻസിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കുർത്തീസ് കളക്ഷൻസ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസാണ്. രണ്ടും നല്ല ഭംഗിയായിട്ട് നമുക്ക് നോർമൽ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള കുർത്തീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വെയർ ചെയ്ത് കാണിക്കുന്ന ഈ സെയിം പാറ്റേൺ ആണ്. അതിൻ്റെ കൂടെ തന്നെ ടോണിൻ്റെ മെറ്റീരിയലിൽ സിമ്പിളായിട്ട് തന്നെ വേറെ പാകത്തിലുള്ള ഒരു പാറ്റേൺ കൂടിയാണ്. അങ്ങനെ രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തീസാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ ഇന്നത്തെ ഓർഡേഴ്സും നമ്മൾ വാട്സപ്പ് ത്രൂ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ടും സൈസും സ്ഥലവും കൂടി നമ്മൾ ഈ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് ത്രൂ തന്നെയാണ് ഓർഡേഴ്സ് എടുക്കുന്നത്, വെബ്സൈറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സമയങ്ങളെ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ നമ്മൾ ലാസ്റ്റ് ഡേയ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ്, എല്ലാവരും പറഞ്ഞൊരു പാറ്റേൺ ആണ് കേട്ടോ. അതിൻ്റെ തന്നെ കളറിൽ ചേഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ കളർ വരുമ്പോഴത്തേക്കും ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. അന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ്. ഇത് വരുന്നത് ബ്ലാക്കിലാണ്. ബ്ലാക്കിലും ഇത് സെയിം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കൊരു ഫ്രോക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ ആണെങ്കിലും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ആണ്. നമ്മൾ നോർമലി എപ്പോഴും കാണുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ല, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ ടോണിൻ്റെയും കോട്ടൻ്റെയും റയോണിൻ്റെയും കൂടി ഒരു മിക്സ് ആയിട്ട് വരുന്ന രീതിയിലാണ്. കുറച്ചൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഇത്. അതുപോലെ തന്നെ പാനൽ കട്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ നെക്ക് വന്നിരിക്കുന്നത് യൂനെക്കാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത്. സെയിം പാറ്റേണിലാണ് നെക്ക് വരുന്നത്. ഈ ഓപ്പോഷനിൽ പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ആ പ്രിൻ്റൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇവിടുത്തെ സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുത്തിട്ട് അവിടുത്തെ താഴേക്ക് പാനൽസ് ആണ്. വൺ സൈഡിൽ 6 പാനൽ, അങ്ങനെ ടോട്ടൽ 12 പാനൽസ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെമേരയിലും ചെറിയൊരു പടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ യോക്കിലെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്, ബോഡി പോർഷൻ വിത്ത് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. ക്ലോസ് വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഈ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. അത്രയും നല്ല മെറ്റീരിയലാണ്. ഇതുപോലെ വരും. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിൻറ്റ്. താഴേക്ക് വരുമ്പോൾ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് പാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ വരും. സ്ലീവൊക്കെ ആണെങ്കിലും സിമ്പിളായിട്ട് തന്നെ വന്നിരിക്കുന്ന സ്ലീവാണ്. സൈഡ് പോർഷനിൽ ഡോറീസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഷേപ്പിനനുസരിച്ച് തന്നെ നമുക്ക് ടൈ ചെയ്യാം. ഇത് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അതല്ല നമുക്ക് കുർത്തിയായിട്ട് പാനൽ കട്ട് പാറ്റേണിൽ കുർത്തിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കുർത്തിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡോറി വേണമെങ്കിൽ റിമൂവ് ചെയ്തിട്ടാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് സിമ്പിളായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഫ്ലെയർ വരുമ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ്. 12 പാനൽസ് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്യാവശ്യം നല്ല ഫ്ലെയർ ആണ്. ഇതുപോലെയാണ് പാനൽസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഈ ലോക്ക് ചെയ്ത് നിങ്ങൾ കാണുന്ന എല്ലാം തന്നെ പാനൽസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് എന്ന് പറയുമ്പോൾ ഫുൾ ലെങ്ത്തിൽ ഇട്ടിട്ടില്ല, കുറച്ച് ഈ ഒരു പോർഷൻ വരെയൊക്കെ ആയിട്ട് ലൈനിങ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ അത്യാവശ്യം നല്ല കട്ടിയിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ലൈനിങ് കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഹെവി ആയിട്ട് വരും മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് വേറെ ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു ഡിസ്കംഫോർട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ലെങ്ത്തും കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ വരും. അതുപോലെ തന്നെ സൈഡ് പോർഷനിൽ ഡോറി ഉണ്ട്. നമുക്ക് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ ടൈ ചെയ്തിട്ട് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ബാക്ക് സൈഡിലും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 46-47 ആ ഒരു ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, XL, XXL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 720 ആണ്. ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ ഒക്കെ നമ്മൾ ലാസ്റ്റ് വീക്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് റെഗുലർ വെയർ ആയിട്ട് സിമ്പിളായിട്ട് വേറെയും പാറ്റേണാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ 2 ടോണിലാണ് വന്നിരിക്കുന്നത്. 2 ടോൺ റയോൺ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുമാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. പ്രിന്റ് ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഒരു ഗ്രേഷ് കളറാണ് ബേസ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ബ്രൗണിൻ്റെയും മസ്റ്റാർഡിൻ്റെയും അതുപോലെ തന്നെ ഒരു ബ്ലൂവിൻ്റെയും കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന പ്രിന്റാണ്. പ്രിന്റ് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും ഹൈനെക്കാണ്, അത്യാവശ്യം ക്ലോസ്ഡ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഹൈനെക്കാണ്. സെൻറ്ററിൽ ഇങ്ങനെ ഒരു പടി വന്നിട്ട് അവിടെ ബട്ടൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ലിമ്മി ഫീലിംഗ് നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഈ കുർത്തിയും ഇങ്ങനെ ഒരു ഏലിയൻ കൺസെപ്റ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മുടെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയായിട്ട് നമുക്കിപ്പോൾ ചിലരുണ്ടല്ലോ ഹിപ്പൊക്കെ കുറച്ച് കൂടുതൽ ഹിപ്പ് സൈസൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും ഈ ഒരു പാറ്റേൺ ഒക്കെ വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് തന്നെ വെയർ ചെയ്ത് പോകാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വൺ സൈഡിൽ ഇതുപോലെ പോക്കറ്റ്സും കൂടി കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഹെമേരിയയിൽ ഫ്രണ്ട് പോർഷനിലും ചെറിയൊരു സ്ലിറ്റ് ഉണ്ട് കേട്ടോ. 2 സൈഡ്സിലും താഴെ ഭാഗത്ത് മാത്രമാണ് സ്ലിറ്റ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലും താഴെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ എൽബോ ലെങ്ത്തിലാണ് സ്ലീവ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഫ്ലാപ്പും ബട്ടൺ വർക്കും എല്ലാം കൊടുത്തിട്ടാണ് സ്ലീവും വന്നിരിക്കുന്നത്.
വന്നിരിക്കുന്നത്. സിമ്പിളാണ്, എന്നാൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കുർത്തി വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്യുന്നത്. ടു ടോൺ മെറ്റീരിയലാണ്, വിതൗട്ട് ലൈനിങ്ങിലാണ്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ പ്രിന്റ് ഇതാണ് കേട്ടോ, ഇതുപോലെ വരും. സ്ലീവൊക്കെ പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും പ്രിൻസസ് കട്ട് തന്നെയാണ്. ഇതാണ് കേട്ടോ സ്ലീവിൻ്റെ എൻ പോർഷനിലും ഇതുപോലെ തന്നെ ആ ഒരു ഫ്ലാപ്പും ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട്. 2 സൈഡ്സിലും ഫ്രണ്ടിലും ഇതുപോലെ തന്നെ പ്രിൻസസ് കട്ട് ഉണ്ട്. അതേ പാറ്റേൺ തന്നെ ബാക്ക് സൈഡിലും ചെയ്തിട്ടുണ്ട് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഒരു 46 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഫ്ലെയറുമാണ്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ തൊട്ട് മാത്രമാണ് നമുക്ക് സ്ലിറ്റ് വരുന്നുള്ളൂ. കുറച്ചും കൂടെ ഇറങ്ങിയിട്ട് തന്നെയാണ് ഒരു എലൈൻ കൺസെപ്റ്റ് വന്നിട്ട് അവിടെ നിന്ന് താഴേക്കാണ് സ്ലിറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550, അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ്. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടെന്ന് സെയിം മോഡലിൽ തന്നെ വന്നിരിക്കുന്നതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. കളർ ചേഞ്ച് എന്ന് പറയുമ്പോൾ ബേസ് കളർ സെയിം തന്നെയാണ്. ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ് വന്നിരിക്കുന്ന പോർഷനിൽ വരുന്ന കളേഴ്സിന് മാത്രമായിട്ട് ഡിഫറൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ പ്രിന്റ് വന്നിരിക്കുന്നത് റെഡിന്റെയും ബ്ലാക്കിന്റെയും മസ്റ്റേർഡിന്റെയും ഷെയ്ഡിലാണ്. ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ വരുന്ന ഫോയിൽ പ്രിന്റ് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കിത് റെഗുലർ യൂസ് ആയിട്ട് തന്നെ വേറെയും പാതിനുണ്ട് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് വാഷ് കളർ ഗാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. റയോൺ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഫസ്റ്റ് വാഷ്, റയോൺ, 2 ടോൺ കോട്ടൺ ഇതെല്ലാം ഫസ്റ്റ് വാഷ് കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. അതൊരു കമ്പൽസറി ആയിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിലൊക്കെ എല്ലാ മെറ്റീരിയൽസിലും കളർ ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ ചില മെറ്റീരിയൽസിലൊക്കെ ഇതുപോലെ കളർ ബ്ലീഡിങ്ങിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ എല്ലാം തന്നെ മുക്കണമെന്ന് ഇങ്ങനെ കളർ ഗാർഡ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തും ഫീച്ചേഴ്സ് സെയിം തന്നെയാണ്. നെക്ക് ഇതുപോലെ ഹൈനെക്കാണ് വന്നിരിക്കുന്നത്. സെൻറ്റർ പോർഷനിൽ പടി വന്നിട്ട് ഹെമ്മേരിയിൽ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. എലിയൻ കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഈ ഒരു താഴെ ഏരിയ തൊട്ടാട്ടോ സ്ലിറ്റ് വന്നിരിക്കുന്നത്. വൺ സൈഡിൽ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ എൽബോ ലെങ്ത്തിലാണ് സ്ലീവ് വന്നിരിക്കുന്നത്. ഒരു ഫ്ലാപ്പും ബട്ടൺ വർക്കും ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. ഇതുപോലെ വരും കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിന്റാണ്. ഈ പ്രിന്റ് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. അതുപോലെ തന്നെ പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് കേട്ടോ. അതുപോലെ തന്നെ കുറേ പേര് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഞാൻ വേറെ കാണിക്കുന്ന സൈസ് ഏതാണെന്നുള്ളത്. വേറെ ഇത് കാണിക്കുന്നത് മീഡിയം സൈസിലാണ് ഇപ്പോൾ ഈ വേറെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. നിങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുർത്തിയോ അതല്ലെങ്കിൽ ചുരിദാറോ എടുത്തിട്ട് ഒരു കൈക്കുഴി തൊട്ട് അടുത്ത കൈക്കുഴി വരെയുള്ള ഒരു മെഷർമെൻ്റ് ഒന്ന് എടുക്കുക. ഇഞ്ചസിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അങ്ങനെ എടുത്തിട്ട് നമുക്കൊന്ന് സെൻഡ് ചെയ്ത് തന്നാൽ മതി. നമ്മളപ്പോൾ ചെക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഏത് സൈസാണ് വേണ്ടതെന്നുള്ളത് പറയാം കേട്ടോ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഹിപ്പ് സൈസ് കുറച്ച് കൂടി വലുതാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ ഇങ്ങനെ ഈ ഒരു പോർഷനിൽ മെഷർമെൻറ്റും കൂടി നമുക്കൊന്ന് വൺ സൈഡ് എടുത്ത് തന്നാൽ മതി. ആ ഒരു മെഷർമെൻറ്റ് കൂടി തരികയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് പറയാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് വരുമ്പോഴത്തേക്കും 46 ഇഞ്ചാണ്. വിതൗട്ട് ലൈനിങ്ങിലാണ്. സിമ്പിളായിട്ട് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിന് ഒരു ബഡ്ജറ്റ് റേറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550, അതും ഇൻസൈഡ് കേരള നമ്മൾ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ തന്നെയായിരുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് 2 ഡിഫറെൻറ്റ് പാറ്റേൺ, ഒരു പാറ്റേണിൻ്റെ 2 കളേഴ്സും അങ്ങനെയായിരുന്നു കേട്ടോ. ഈ 3 കുർത്തീസും നല്ല ഭംഗിയായിട്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഫസ്റ്റ് വാഷ് കളർ ഗാർഡ് യൂസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.